നമസ്കാരം ഗൈസ്. ഇന്ന് നമ്മുടെ ഡേ 1 ഓഫ് ട്രേഡിംഗ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തേക്കാണ്. സമയം 6:30. എണീക്കാൻ നല്ല മടിയുള്ളൊരു കൂട്ടത്തിലാണ് ഞാൻ. പക്ഷേ എണീറ്റല്ലേ മതിയാവും. അല്ലെങ്കിൽ ഉറപ്പായിട്ട് അമ്മ ചൂരം കെട്ടുകൊണ്ട് എറിയും. കുറേ നേരമായി വിളി തുടങ്ങിയിട്ടേ. സോ പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. എൻ്റെ ഈശ്വര, നല്ലത് മാത്രം വരണേ, നല്ലൊരു ട്രേഡ് കിട്ടണേ. അങ്ങനെ വീടിൻ്റെ പുറത്തിറങ്ങി നോക്കിയപ്പോൾ പേപ്പർ എടുക്കുന്നു. എന്നാൽ പേപ്പർ വായിച്ചിട്ട് തുടങ്ങാം. എൻ്റെ വീടിൻ്റെ സൈക്കിളിൽ ഒരു പഴയ മാവുമേ ഒരു ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ട്. അതും ഇരുന്നാണ് പേപ്പർ വായന. ഞാൻ പൊതുവേ ഡെയിലി പേപ്പർ വായിക്കുന്ന ഒരാളൊന്നല്ല കേട്ടോ. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ, ഞാൻ പേപ്പറിൻ്റെ ബാക്കിൽ നിന്നാണ് തുടങ്ങാറ്. അത് ചെറുപ്പം തൊട്ട് കിട്ടിയൊരു ശീലമാണ്. അങ്ങനെ ഞാൻ ബിസിനസ് ന്യൂസുകളും എക്കോണമി ന്യൂസുകളും കുറച്ച് പൊളിറ്റിക്സൊക്കെ നോക്കി പേപ്പർ വേഗം അവസാനിക്കും. ക്രൂഡിലാണ് നമ്മൾ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കാറ്. സോ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് ഉണ്ടോയെന്ന് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. അത് നമുക്ക് ട്രേഡിങ്ങിനെ നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നല്ല അപ്പവും കുറുമക്കറിയാണ്. ഗ്ലാസ് നോക്കിയപ്പോൾ കുഞ്ഞു പിള്ളേരുടെ ഗ്ലാസ്. വീട്ടിലെ കുഞ്ഞിത് ഞാനാണല്ലോ, പിന്നെ കുഞ്ഞു മനസ്സാണ് എൻ്റെ, അതുകൊണ്ടായിരിക്കും കേട്ടോ. സോ കാര്യത്തിൽ പോവാം. ഡയറ്റ് ആയതുകൊണ്ട് ഞാൻ 2 അപ്പത്തിൽ ഒതുക്കി, അല്ലെങ്കിൽ ഞാൻ 4 അപ്പമൊക്കെ സ്മൂത്തായിട്ട് തട്ടാറുണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുമ്പോഴാണ് ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടത്. ഞാൻ ട്രേഡ് ചെയ്യുന്നത് എൻ്റെ വീട്ടിലിരുന്നല്ല, എൻ്റെ വീടിൻ്റെ അടുത്ത് എൻ്റെ ഒരു ബ്രദറിൻ്റെ വീട്ടിൽ ഞങ്ങളൊരു ഗ്യാങ് ആയിട്ടാണ് ചെയ്യണം. അപ്പോൾ നമുക്ക് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാനും പ്രോഫിറ്റ് കൂട്ടാനും ഒക്കെ ഈസിയാണ്. സോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ വേഗമാക്കി ഞാൻ കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് നൈസായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. എന്നെ ട്രേഡിങ് പഠിപ്പിച്ചതെല്ലാം ഈ ചാനാണ്. സോ അവിടെ ഇരുന്ന് ചെയ്യാനാണ് ഞാൻ കൂടുതൽ കംഫർട്ടബിൾ. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഈ വഴി നിങ്ങൾ നോക്കി, എന്ത് വെങ്ങിയാലേ, ഒരു പ്രത്യേക ലുക്കാണ് ഞങ്ങളുടെ ഗ്രാമം കാണാൻ. പ്രത്യേകിച്ച് ഇതുപോലെ പാടങ്ങളും മൗണ്ടെയ്ൻസൊക്കെ കണ്ടു കഴിഞ്ഞാൽ പൊളി വൈബാണ്. പിന്നെ ഇവിടെയുള്ള ആൾക്കാർക്ക് അത് വിലയുണ്ടോ എന്ന് എനിക്കറിയില്ല, കാരണം മുറ്റത്തെ മുല്ലയ്ക്ക് മണയില്ല എന്നല്ല എല്ലാവരും പറയാറ്. ഞാനിതുപോലെ വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ അത് കാണുമ്പോൾ ആലോചിക്കാറ് എന്ത് വിങ്ങിയാലേ എന്ന്. സോ ഇന്നൊരു പ്രത്യേക പോസിറ്റീവ് എനർജി ആയിരുന്നു. ട്രേഡിങ് ഞങ്ങൾ ഇതിനു മുന്നും ചെയ്തിട്ടുണ്ടെങ്കിലും അതൊരു വ്ളോഗായി ചെയ്തിട്ടില്ല. സോ അതിൻ്റെ ഒരു ഹാപ്പിയും ആൻസൈറ്റിയും ഒക്കെ എൻ്റെ മുന്നിലുണ്ട്. എന്നാലും നമുക്ക് കുഴപ്പമില്ല, പറഞ്ഞുകൊടുത്ത് വെച്ച് കാണാം. അങ്ങനെ ഓഫീസിലെത്തി. ഞങ്ങൾ മാർക്കറ്റ് ഓപ്പൺ ആക്കിയപ്പോൾ ഞങ്ങൾ ചാർട്ട് നോക്കിയിരുന്നു. സ്റ്റാർട്ടിങ് ഒരു ബുള്ളിഷ് ആയിരുന്നെങ്കിലും പിന്നെ അത് കുറേ നേരം സൈഡ് വേസ് കളിച്ചുകൊണ്ടിരുന്നു. സൈഡ് വേസ് കളിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഭയങ്കര ബോറടിയാണ്. സോ സംസാരങ്ങളായി, ഡിസ്കഷൻസായി, SMEനെ പറ്റിയും IPOനെ പറ്റിയും ഡിസ്കഷൻസായി. ഞങ്ങൾ SMEയും IPOസൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കെട്ടിക്കഴിഞ്ഞ് ഗോവ ട്രിപ്പ് ഉറപ്പാണ്. പക്ഷേ കെട്ടില്ലല്ലോ, അതാണല്ലോ ഇതിൻ്റെ ഒരു ബ്യൂട്ടി. എങ്ങനെ അങ്ങനെ ഞങ്ങൾ ഇന്ന് ക്രൂഡിൽ പുട്ടിൽ എൻട്രി ചെയ്തു. ദൈവാനുഗ്രഹം കൊണ്ടും ഞങ്ങളുടെ കഠിനാധ്വാനം കൊണ്ടും 3746 രൂപ കിട്ടി. ധാരാളം. ആൻഡ് ഐ എം സോ ഹാപ്പി. സന്തോഷത്തോടെ തിരിച്ച് ഞാൻ വീട്ടിലേക്കെത്തി. അത് മതിയല്ലോ, ധാരാളം. അങ്ങനെ സമയം 5 മണിയായപ്പോൾ ഞാൻ നേരെ ഗ്രൗണ്ടിലേക്ക് ഓടി. ഇതാണ് എൻ്റെ ഹോം ഗ്രൗണ്ട്, എൻ്റെ ഫേവറേറ്റ് പ്ലേസ്. ഇവിടെ ഞങ്ങൾ കുറച്ച് പിള്ളേർ കൂടി ക്രിക്കറ്റ് കളിക്കാറുണ്ട് ഡെയിലി. സോ മാച്ച് ഞാൻ അത് മിസ്സാക്കാറില്ല. എവിടെയാണെങ്കിലും ഓടിയെത്തും. കല്ലും പറക്കി ഞാൻ പോകുന്നത് ടോസ് അടിക്കാനാണ്. അതാണ് ഇവിടുത്തെ ഒരു ബ്യൂട്ടി. എങ്ങനെ കളി ജയിച്ചാലല്ലെങ്കിലും നമുക്ക് ആദ്യം ബാറ്റിംഗ് കിട്ടണം. അത് കിട്ടി. ദൈവമേ, ചാത്തന്മാരെൻ്റെ കൂടെ. അപ്പോൾ സീ യു ഗൈസ്. സോ ഇതുപോലത്തെ കുഞ്ഞ് വ്ളോഗ് കാണാൻ വേണ്ടി എന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ശുഭദിനം.